ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാനുഅമ്മയ്ക്ക് സ്വപ്നയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതോടുകൂടി വല്ലാത്ത സങ്കടം വരികയാണ്. എൻ്റെ ശങ്കരേട്ടന് സംഭവിച്ചതുപോലെ തന്നെ എൻ്റെ മകൾ സ്വപ്നയ്ക്കും സംഭവിക്കുമോ എന്നുള്ള ടെൻഷനിലാണ്. അങ്ങനെ ഭാനുഅമ്മയുടെ നിർബന്ധപ്രകാരം തന്നെ മഞ്ജു സ്റ്റേഷനിലേക്ക് ഭാനുഅമ്മയും മഞ്ജുവും കൂടി ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്ത് സ്വപ്നയെ തലങ്ങും വിലങ്ങും അനിത അടിക്കുകയാണ്. സ്വപ്ന അനിതയെ എടി എന്ന് വിളിച്ചതുകൊണ്ടാണ് അനിത അക്കാര്യം ചെയ്യുന്നത്. അനിത സ്വപ്നയോട് സ്വന്തം അച്ഛനെ കുറിച്ച് പറയുകയാണ്. നിന്റെ അച്ഛൻ കള്ളവാറ്റുണ്ടാക്കി 10 ആളെ കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോൾ നീ മയക്കുമരുന്ന് വിറ്റ് 40 ആളെ കൊല്ലാനല്ലേ നോക്കുന്നത് എന്നുള്ള വാക്ക് പറയുമ്പോഴാണ് സ്വപ്നയ്ക്ക് ദേഷ്യം പിടിച്ച് എടി എന്ന് വിളിക്കുന്നത്. ആ ഒരു എടി എന്ന് കേട്ടതോടുകൂടി അനിത സെല്ല് തുറന്ന് സ്വപ്നയെ തലങ്ങും വേലങ്ങും അടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഈ അടി നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞത് ശാലിനിയാണ്. ഗോപാൽജിയുടെ മരുമകളായി നീ ചെല്ലാൻ വേണ്ടി ആഗ്രഹിക്കുകയില്ല, അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടി എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അനിത സ്വപ്നയെ അടിക്കുന്നത്. അപ്പോൾ സ്വപ്നയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. സഞ്ജയും ഗോപാൽജിയും ശാലിനിയും ഒക്കെ ചേർന്നിട്ട് തന്നെയാണ് എന്നെ ചതിക്കാൻ നോക്കിയത് എന്ന് മനസ്സിലാവുകയാണ്. കണ്ടുകൊണ്ടാണ് ഭാനുഅമ്മയും മഞ്ജുവും കൂടി വരുന്നത് കേട്ടോ. അങ്ങനെ ഭാനുഅമ്മ ദേഷ്യപ്പെട്ട് അനിതയോളറയിൽ കയറി പിടിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ. എൻ്റെ മോളെ അടിക്കുന്നോടി, എന്തിനാടി ഇനി എൻ്റെ മോളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബഹളമൊക്കെ കേട്ടിട്ടാണ് അരവിന്ദാക്ഷൻ സാറും ഫ്രാൻസിസും ബിജുക്കുട്ടനൊക്കെ വരുന്നത്. അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയുകയാണ്, എന്ത് തെറ്റാണ്, എത്ര വലിയ തെറ്റാണെന്നോ ഭാനുഅമ്മ ഇവിടെ കയറി വന്ന് ചെയ്തത് എന്ന് പറയുമ്പോൾ, എൻ്റെ മോളെ അടിക്കുന്നതാണ് ഇവൾ അടിക്കുന്നതാണ് ഞാൻ കണ്ടുകൊണ്ട് വരുന്നത്. എൻ്റെ ശങ്കരേട്ടന് സംഭവിച്ചതുപോലെ എൻ്റെ മോൾക്കും വരുമെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി എന്ന് പറയട്ടോ. എൻ്റെ മോളെ ഇനി ഇവൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ ഇത് ചെയ്യും. അതിന് വേണ്ടി എനിക്ക് എന്ത് ശിക്ഷ തന്നാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ എന്നെ ഇവിടെ തൂക്കിക്കൊല്ലുമായിരിക്കും, ഈ സ്റ്റേഷനിലിട്ട് തൂക്കിക്കൊല്ലുമായിരിക്കും, അതല്ല ചെയ്യാൻ പോകുന്നത്. എന്നാലും എൻ്റെ മോളെ ഇനി ഉപദ്രവിക്കാൻ ഇവളെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ. അങ്ങനെ മഞ്ജുവാണ് തടയുന്നത്. ഭാനുഅമ്മയെ വേണ്ട അമ്മേ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും അനിത എൻ്റെ മേലിൽ കൈവെക്കുന്നോടി എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ കയറി കൈവെക്കുന്നോടി എന്നും പറഞ്ഞ് ഭാനുഅമ്മയെ അടിക്കാൻ വേണ്ടി ഓങ്ങുമ്പോൾ മഞ്ജു തടയുകയാണ് കേട്ടോ. വേണ്ട മേഡം. അപ്പോൾ അനിത പറയുന്നത്, സീനിയർ ഓഫീസറെ തടയുന്നോടി എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാനിപ്പോൾ ഡ്യൂട്ടിയിലല്ലല്ലോ മേഡം, ഞാനിപ്പോൾ വെറും ഒരു മരുമകളാണ്. എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ അമ്മയെ അടിക്കാൻ വേണ്ടി നോക്കിയാൽ ഞാൻ കൈ കെട്ട് നോക്കിയിരിക്കില്ല മേഡം എന്ന് പറയട്ടോ. എങ്കിൽ നിനക്ക് കൂടി ചേർത്ത് തരാമെടി എന്ന് പറഞ്ഞ് അനിത മഞ്ജുവിനെ കൂടി അടിക്കാൻ വേണ്ടി നോക്കുകയുണ്ട്. അപ്പോഴത്തേക്കും മുകുന്ദൻ അവിടേക്ക് വരികയാണ്. ഇതെന്താ ഇവിടെ ചന്തയാണോ? നിങ്ങളുടെ ഈ സംസാരമൊക്കെ അങ്ങ് ദൂരേക്ക് കേൾക്കാനുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ എന്താ മേഡം, ഇങ്ങനെയാണോ സെല്ലിൽ കിടക്കുന്ന പ്രതികളോട് പെരുമാറേണ്ടത്? നിങ്ങൾക്കെതിരെ നടപടിയെടുക്കണം. അരവിന്ദാക്ഷൻ സാറിന് ഇവർക്കെതിരെ നടപടിയെടുക്കാമല്ലോ. പ്രായത്തിന് മൂത്ത ഒരാളോട് സ്റ്റേഷനിൽ വന്നാൽ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഇതിൻ്റെ പേരിൽ അരവിന്ദാക്ഷൻ സാറിന് ഇവർക്കെതിരെ നടപടിയെടുക്കാമല്ലോ. അതിനും പോരാത്തതിന് ഇവർ 3-ാം മുറ സ്റ്റേഷനിൽ പ്രയോഗിച്ചതിൻ്റെ പേരിലും നടപടിയെടുക്കാൻ കഴിയും എന്ന് പറയട്ടെ. അതിന് നിൻ്റെ കയ്യിൽ തെളിവുണ്ടോ എന്ന് അനിത ചോദിക്കുമ്പോൾ, എൻ്റെ കയ്യിൽ തെളിവൊക്കെ ഉണ്ട് മേഡം എന്ന് പറഞ്ഞ് മുകുന്ദൻ ആ വീഡിയോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മഞ്ജു സ്വപ്നയെ അടിക്കുന്നതെല്ലാം തന്നെ മഞ്ജു കാണാതെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടാവും. അതെല്ലാം തന്നെ മുകുന്ദന് അയച്ചു കൊടുത്തിട്ടും ഉണ്ടാവും കേട്ടോ. അങ്ങനെ അനിതയ്ക്കെതിരെയുള്ള തെളിവുകളെല്ലാം തന്നെ മഞ്ജു ശേഖരിച്ച് മുകുന്ദന് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. പിന്നീടാണ് സ്റ്റേഷനിലേക്ക് മുകുന്ദൻ വരുന്ന സമയത്ത് സ്വപ്നയെ അനിത വീണ്ടും സെല്ലിനകത്തിട്ട് അടിക്കുന്നത് കാണുന്നത്. അപ്പോൾ മുകുന്ദൻ അവിടെ മറഞ്ഞിരുന്നിട്ടാണ് ഈ വീഡിയോസ് എടുത്തിട്ടുണ്ടാവുക. അതിൻ്റെ ശേഷമാണ് ഭാനുഅമ്മയും മഞ്ജുവും കൂടി വരുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ മുകുന്ദൻ അവിടെ മാറി നിൽക്കുന്നതും. പിന്നീട് മുകുന്ദൻ ഇപ്പോൾ ഇക്കാര്യവും ഈ തെളിവുകളെല്ലാം തന്നെ അനിതയുടെ മുന്നിൽ നിരത്തി കൊടുക്കുന്നതും. അതോടുകൂടി അനിതയ്ക്ക് പേടിയാവുകയാണ്. ഈ തെളിവുകളെല്ലാം വെച്ച് അനിതയ്ക്ക് സസ്പെൻഷൻ കിട്ടുമെന്നുള്ള ഒരു പേടി അനിതയുടെ മനസ്സിൽ വരികയാണ്. അങ്ങനെ അരവിന്ദാക്ഷൻ സാറും ബിജുക്കുട്ടനും ഒക്കെ ചേർന്നിട്ട് ഭാനുഅമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അനിത ഒന്നും മിണ്ടാതെ നിന്നും പോവുകയാണ്. അങ്ങനെ അരവിന്ദാക്ഷൻ സാറും ബിജുക്കുട്ടനൊക്കെ ചേർന്ന് ഭാനുഅമ്മയോട് പറയാണ്, ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് മുകുന്ദൻ പറയുകയാണ്, ഒരു കുഴപ്പവുമില്ല, സ്വപ്നയെ നമുക്ക് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ജാമ്യം കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള പറയാട്ടോ. അപ്പോൾ സ്വപ്നയുടെ മനസ്സിലും ഭാനുമ്മയുടെ മനസ്സിലും ഉള്ളിൻ്റെ ഉള്ളിൽ മുകുന്ദന് ഒന്നും കഴിയില്ല. മുകുന്ദൻ ഒരിക്കലും സ്വപ്നയെ ജാമ്യത്തിൽ ഇറക്കാൻ കഴിയില്ല എന്നായിരിക്കും കേട്ടോ അവരുടെയൊക്കെ മനസ്സിലിരിപ്പുണ്ടാവുക. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് സ്വപ്നയെ ജാമ്യത്തിൽ ഇറക്കുന്നത് മുകുന്ദൻ തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ മുകുന്ദൻ്റെ ഔദാര്യത്തിൽ സ്വപ്നയ്ക്ക് ജാമ്യം കിട്ടുകയാണ്. അപ്പോൾ സ്വപ്നയ്ക്ക് മുകുന്ദൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ പോലും ആ സമയത്ത് അതിന് ചമ്മലുണ്ടാകും കേട്ടോ. കാരണം മുകുന്ദനെ അത്രമാത്രം
അത്രമധികം അപമാനിച്ച് സംസാരിച്ചവളാണ് സ്വപ്ന. അതുകൊണ്ട് തന്നെ മുകുന്ദൻ്റെ ഔദാര്യത്തിൽ സ്വപ്നയ്ക്ക് ജാമ്യം കിട്ടുന്ന സമയത്ത് മുകുന്ദനെ നോക്കാൻ പോലും സ്വപ്നയ്ക്ക് ഒരു ചമ്മൽ വരികയാണ്. അങ്ങനെയുള്ള ഒരു എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട്. പിന്നീട് സ്വപ്നയെ സെല്ലിനകത്തിട്ട് കണ്ട ശേഷം ഭാനുമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഭാനുമ്മ ഒരുവിധം കാര്യം മനസ്സിലാക്കുകയാണ്. സഞ്ജയാണ് എൻ്റെ മകളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തിയതും അത് ശാലിനി കൂടി ചേർന്നിട്ടാണെന്നുള്ള കാര്യം സ്വപ്ന ആ സമയത്ത് സെല്ലിനിരുന്നു കൊണ്ട് അനിത പറഞ്ഞതുപോലെ തന്നെ ഭാനുമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഭാനുമ്മയ്ക്ക് ദേഷ്യം പിടിച്ച് നേരെ ഗോപാൽജിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഗോപാൽജിയും ശാലിനിയും കൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് ശാലിനിയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ ഗോപാൽജിയുടെ മുന്നിൽ വെച്ച്. അപ്പോൾ ഗോപാൽജി ഭാനുമ്മേ എന്നങ്ങ് പറയുമ്പോൾ മിണ്ടിപ്പോകരുത്, ഇവളൊക്കെ ചേർന്നിട്ടാണ് എൻ്റെ മകളെ ഇങ്ങനെ ചതിക്കാൻ നോക്കിയതെങ്കിൽ ഇവളെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല. എൻ്റെ ഗിരി ഇക്കാര്യം അറിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് ഭാനുമ്മ ഗോപാൽജിയുടെ മുന്നിൽ വെച്ച് ഭീഷണിയോട് കൂടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അങ്ങനെ ഭാനുമ്മയുടെ കയ്യിൽ നിന്നും ശാലിനിക്ക് ഒരു 1.5 അടി തന്നെയാണ് കിട്ടിയത്. ഗോപാൽജിയുടെ മുന്നിൽ വെച്ച് തന്നെ ഭാനുമ്മ 2 വാക്കുകൾ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഈ സമയത്ത് മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗിരി വരികയാണ്. എന്നിട്ട് ഗിരി കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അവിടെ സഞ്ജയ് ഇല്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കേണ്ട ഗിരിയേട്ടാ, സഞ്ജയ് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അവരെല്ലാവരും ചേർന്നിട്ട് തന്നെയാണ് സ്വപ്നയ്ക്കിട്ട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്. ഗോപാൽജി ഇതിൽ പങ്കുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഗോപാൽജി ഒരു ചതിയനാണെന്നുള്ളത് ഗിരിയേട്ടൻ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഗോപാൽജി പറയുന്ന നല്ല വാക്കുകളൊക്കെ കേട്ട് ഗിരിയേട്ടൻ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഗോപാൽജിയെക്കുറിച്ചുള്ള വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഗിരിക്ക് അത് പെട്ടെന്ന് അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. അങ്ങനെ മഞ്ജു വീണ്ടും പറയുകയാണ്, ഗോപാൽജിയെ ഇങ്ങനെ കണ്ണടച്ച് ഗിരിയേട്ടൻ വിശ്വസിക്കേണ്ട, ഇത് ഗോപാൽജിയൊക്കെ ചേർന്നിട്ട് തന്നെയാണ് സ്വപ്നയ്ക്ക് ഇങ്ങനെ ഒരു ചതി ചെയ്ത്. സ്വപ്ന ഗോപാൽജിയുടെ മരുമകളായി ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും സഞ്ജയ് സ്വപ്നയുമായി അടുപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു ചതി തന്നെയാണ് സ്വപ്നയോട് എന്ന് പറയട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗിരിക്ക് മഞ്ജു പറയുന്നതിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ള ഒരു സംശയം ഗിരിയുടെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ സ്വപ്നയ്ക്ക് കൊടുത്ത കാറ് അത് സഞ്ജയ് കൊടുത്ത കാറാണ്. ആ കാറിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് അതൊരു ക്രിമിനലിൻ്റെ കാറാണ്. അയാളുടെ പേരിൽ 2-3 മയക്കുമരുന്ന് കേസുമുണ്ട് ഗിരിയേട്ട. അതുകൊണ്ട് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വപ്നയെ ചതിച്ചിട്ടുള്ളത് എന്ന് പറയാണ്. അങ്ങനെ ഇനി ഗിരി അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കട്ടോ. അങ്ങനെ ഗോപാൽജിയാണ് ഇതിൻ്റെയൊക്കെ പുറകിലെന്നുള്ള കാര്യം ഗിരി ഇനി വൈകാതെ മനസ്സിലാക്കുകയാണ്. ആ സമയത്ത് ഗിരിയുടെ കൈയിൻ്റെ ചൂട് ഗോപാൽജി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഗോപാൽജിയാണ് തൻ്റെ അച്ഛനെ കൊന്നത് എന്നുള്ള ആ ഒരു കാര്യം കൂടി ഗിരി അറിയുന്ന സമയത്താണ് ഇനി ഗോപാൽജിയുമായിട്ടുള്ള യുദ്ധം വരാനിരിക്കുന്നത്. ഗോപാൽജിക്ക് ഗിരി ആരാണെന്നുള്ളത് ആ സമയത്ത് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഗോപാലനാണ് ഗിരിയുടെ അച്ഛൻ ശങ്കരനെ കൊന്നത് എന്നുള്ള കാര്യം അനിതയാണ് കേട്ടോ മഞ്ജുവിനെ അറിയിക്കുന്നത്. അങ്ങനെയാണ് ഗിരി ഈ സത്യം അറിയുക. അതോട് കൂടിയിട്ടാണ് കഥയ്ക്ക് ഒരു ത്രില്ലിങ് വരാനിരിക്കുന്നത്. അനിത ഇനി നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവട്ടോ. അനിതയുടെ സ്വഭാവമൊക്കെ ഇനി മഞ്ജു തന്നെ മാറ്റിയെടുക്കും. അനിത ആത്മാർത്ഥതയുള്ള നല്ലൊരു പോലീസ് ഓഫീസർ തന്നെ ആവട്ടോ ഇനി. പിന്നീട് ശാലിനിയെ മഞ്ജു സ്റ്റേഷനിൽ നിന്നും പോകുന്ന സമയത്ത് കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശാലിനിയോട് പറയുന്നുണ്ട്, സ്വപ്നയെ ചതിച്ചത് നിങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണെന്നുള്ളത് ഗിരിയേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അനുഭവിക്കാൻ കൂടി നിങ്ങളെല്ലാവരും തയ്യാറായിരുന്നോ? ശാലിനി അപ്പോൾ പറയുകയാണ്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നല്ലവളായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ശാലിനിയോട് മഞ്ജു പറയുന്നുണ്ട്, നീയൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഗിരിയേട്ടൻ നിന്റെ അടുത്തേക്ക് വരുന്ന ഒരു വരവുണ്ടാവും, അത് നീ ഓർത്തു വെച്ചോ എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ശാലിനിക്ക് ഒരു ചെറിയ പേടി വരികയാണ്.